ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോബിൻസൺ ഇസറ്റ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള സംശയങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെബിലൈസേഷൻ ആൻഡ് ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഡാവിഞ്ചി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൾറെഡി എഡിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഷോട്ടിന് വളരെയധികം ഷെയ്ക്കൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഹാൻഡ് ഹെൽഡ് ക്യാമറ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ധാരാളം ഷെയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം ഷെയ്ക്കുകളെ എങ്ങനെ ഒന്ന് കുറെ കൂടി വളരെ നീറ്റായിട്ടുള്ളൊരു ഫുട്ടേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് സത്യത്തിൽ സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡാവിഞ്ചിയുടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ ടാബിൽ വരിക. ഇൻസ്പെക്ടർ ടാബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഈ സ്റ്റെബിലൈസേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാവിഞ്ചിനെ സംബന്ധിച്ച് 3 മോഡുകളാണ് നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ ഉള്ളത്: പെർസ്പെക്റ്റീവ്, സിമിലാരിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ബോട്ടം വൺ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പാന്, ടിൽറ്റ്, ക്യാമറയുടെ പാൻ എന്ന് പറയുന്ന ആക്ഷൻ, അതുപോലെ തന്നെ ടിൽറ്റ് എന്ന് പറയുന്ന ആക്ഷൻ, ഈ 2 ആക്ഷനാണ് എക്സ് വൈ. ഇതാണ് സത്യത്തിൽ സ്റ്റെബിലൈസ് ആവുക. ഇനി അതിൻ്റെ മുകളിൽ സിമിലാരിറ്റി എന്ന് പറയുന്നതാണ്. സിമിലാരിറ്റി എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് റൊട്ടേഷൻ, അതായത് പാന്, ടിൽറ്റ് പ്ലസ് റൊട്ടേഷൻ, ഈ 3 കാര്യങ്ങളും കൂടെ വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ റൊട്ടേഷനിലും അല്ലെങ്കിൽ ഈ പാന്, ടിൽറ്റിലൊക്കെ വരുന്ന ആർട്ടിഫാക്ട്സ് ഒക്കെ വരികയാണെങ്കിൽ, ചെറിയ ചെറിയ ഇളക്കമൊക്കെ വരികയാണെങ്കിൽ അതും കൂടി സിമിലാരിറ്റിയിൽ സ്റ്റെബിലൈസ് ആയി കിട്ടും. തേർഡ് വൺ എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ആണ്. പെർസ്പെക്റ്റീവും ഈ പറഞ്ഞ പോലെ പാന്, ടിൽറ്റ് അതുപോലെ തന്നെ റൊട്ടേഷൻ, ഈ 3 മാത്രമാണ് സ്റ്റെബിലൈസ് ആവുന്നത്. അപ്പോൾ ഇത് തമ്മിലൊക്കെ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിപ്പോൾ പിക്ക് ചെയ്യാണ്. അതിൻ്റെ താഴേക്ക് നിങ്ങൾ നോക്കിയിട്ട് ക്യാമറ ലോക്ക്, സൂം, അതുപോലെ ക്രോപ്പ് റേഷ്യോ, സ്മൂത്ത്, സ്ട്രെങ്ത്, ഇത്തരം കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഞാനിപ്പം പെർസ്പെക്റ്റീവ് ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു ഷോട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഷോട്ട് ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, വളരെ ഷെയ്ക്കി ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. കണ്ടോ, ക്യാമറ മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പെർസ്പെക്റ്റീവിൽ സെറ്റ് ചെയ്തു. അതിനുശേഷം സൂം ടിക്ക് ചെയ്തു. ദെൻ സ്മൂത്തിങ് വാല്യൂ കുറച്ച് കൂട്ടി കൊടുത്തു. ക്രോപ്പ് റേഷ്യോ വളരെ കുറച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുന്നുണ്ടോ, ഒരു ചെറിയൊരു ഇളക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാന്, ടിൽറ്റ്, റൊട്ടേഷനൊക്കെ സ്മൂത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എന്തായിട്ടുണ്ട്, ചെറിയൊരു ഇളക്കം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ആവശ്യമുണ്ട്. അപ്പം അതിന് മുന്നേ, അടുത്ത സ്റ്റെബിലൈസേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ 1-2 കാര്യങ്ങളും കൂടി പറയാം. ഈ ക്യാമറ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സൂം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ ലോക്ക് എന്ന് പറയുന്ന സത്യത്തിൽ നമ്മുടെ ക്യാമറ ഒരു ട്രൈപോഡിലാണ്, ട്രൈപോഡിലുള്ള ഒരു ക്യാമറയുടെ ഒരു എഫക്റ്റാണ് നമ്മൾ വേണ്ടത് എന്ന് നമ്മൾ സോഫ്റ്റ്വെയറിനോട് പറയലാണ് സത്യത്തിൽ ക്യാമറ ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുന്നതിൽ കൂടെ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്ക്, കണ്ടോ, അതിൻ്റെ ബേസ് അവിടെ ഉറച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, കുറേ അധികം ബ്ലാങ്ക് ഏരിയയും അതുപോലെ കുറച്ചുകൂടി അത് വെട്ടിയൊക്കെ വരുന്ന ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് സത്യത്തിൽ ഈ ക്യാമറ ട്രൈപോഡിനോട് സമാനമായിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ ലോക്ക് ഒഴിവാക്കുകയാണ്. ദെൻ തൊട്ടടുത്ത് സൂം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ചെറിയൊരു സ്കെയിലും ബ്ലാക്ക് ഏരിയ ഒക്കെ വന്നിട്ടില്ലേ. അപ്പം ഇത്തരം സാധനങ്ങൾ ഒന്ന് സൂം ചെയ്ത് കറക്റ്റ് നമ്മുടെ ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കണ്ടോ, സൂം കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്താവും, ആ ഫ്രെയിമുമായിട്ട് ഫിറ്റ് ആവും. ദെൻ നമ്മുടെ ക്രോപ്പിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ക്രോപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നതാണ്. ക്രോപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസോറിയന്റഡ് ആയി പോകുന്ന, ഔട്ടൊക്കെ ആയി പോകുന്ന ഫ്രെയിമുകൾ എത്രത്തോളം ക്രോപ്പ് ആവണം എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ ക്രോപ്പ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇമേജ് വളരെ സ്കെയിലായി പോവും, ഒരു റിസൾട്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. നമുക്ക് ഒരു വളരെ ചെറിയൊരു അളവ് മതി ക്രോപ്പ് ശരിക്കും. ദെൻ സ്മൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ എത്രത്തോളം സ്മൂത്ത് ആവണം എന്നുള്ളതാണ് സ്മൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ്റെ സ്ട്രെങ്ത് എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെങ്ത് മാക്സിമം കിടന്നോട്ടെ, ക്രോപ്പ് വാല്യൂ നിങ്ങൾ കുറച്ചിടുക, ദെൻ സ്മൂത്ത് കുറച്ച് കൂട്ടിയിടുക. ദെൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴും ആ ഒരു ചാട്ടം വീഴുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഈ ഒരു ചാട്ടമൊക്കെ വരുന്നതിനാണ് പൊതുവെ നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുക. അപ്പം അത്തരം കേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പെർസ്പെക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് നിങ്ങൾ സിമിലാരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. സിമിലാരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയതിന് ശേഷം ജസ്റ്റ് ഞാൻ അതിൻ്റെ ക്രോപ്പ് ഫാക്ടർ ഒരു കുറച്ചുകൂടി കുറച്ച് വെക്കുന്നുണ്ട്, സ്മൂത്ത് കുറച്ചുകൂടി കൂട്ടി വെക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കൊടുക്കണം, കാരണം ഫൂട്ടേജിനെ ഒന്നുകൂടി അത് അനലൈസ് ചെയ്യും. ഓക്കെ, ഓക്കെ, ഇപ്പം ഞാൻ സിമിലാരിറ്റി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ നോക്ക്, കണ്ടോ ആ ഒരു ഇളക്കമൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, കുറേ കൂടി വളരെ നീറ്റായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൂട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പം യൂഷ്വലി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് എപ്പോഴും കിട്ടുന്നത് സിമിലാരിറ്റിയാണ്. പക്ഷെ ചില ഫൂട്ടേജുകൾക്ക് നമുക്ക് സിമിലാരിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പെർസ്പെക്റ്റീവ് തന്നെ കൊടുത്താൽ മതി. ദെൻ അതുപോലെ തന്നെ സൂം എന്നുള്ള ഓപ്ഷൻ, സൂം നമ്മൾ ടിക്ക് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രെയിം എന്തായിപ്പം കയറി ഇറങ്ങി വരുന്ന ഒരു എഫക്റ്റ് ക്രിയേറ്റ് ആവും. അപ്പോൾ സൂമും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ട്രാൻസ്ലേഷൻ എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ എക്സും വൈയും മാത്രമാണ്. പൊതുവെ ട്രാൻസ്ലേഷൻ അങ്ങനെ നമുക്ക് ഉപയോഗം വരാറില്ല, ചില കേസസിൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്ലേഷൻ സ്റ്റെബിലൈസേഷന് ആവശ്യം വരാറുള്ളൂ. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ട്രാൻസ്ലേഷൻ കൂടി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കാം, ആ ട്രാൻസ്ലേഷനിലും അത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെബിലൈസേഷൻ തന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, കളർ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ കളർ വിൻഡോയിൽ നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിംഗ് വിൻഡോ എടുക്കുക. ട്രാക്കിംഗ് വിൻഡോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ യൂഷ്വലി നിങ്ങൾ വിൻഡോ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണാം. ഈ വിൻഡോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റെബിലൈസർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഈ സ്റ്റെബിലൈസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സാധനം തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതിലും ഈ സെയിം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ക്രോപ്പിംഗ് റേഷ്യോ, സ്മൂത്ത്, സ്ട്രെങ്ത്, അതുപോലെ ക്യാമറ ലോക്ക്, സൂം, അതുപോലെ തന്നെ ഇവിടെ പെർസ്പെക്റ്റീവ്, സിമിലാരിറ്റി, ട്രാൻസ്ലേഷൻ, ഈ 3 ഓപ്ഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഡാവിഞ്ചിയെ സംബന്ധിച്ച് സ്റ്റെബിലൈസേഷൻ 2 സ്ഥലത്തും ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എഡിറ്റ് പേജിൽ നിന്ന് ഇൻസ്പെക്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കളർ പേജിൽ വന്നതിന് ശേഷം ചെയ്യും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച മറ്റൊരു സംശയമാണ് ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ എന്താണെന്നുള്ളത്. സത്യത്തിൽ ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ നമ്മളൊരു എഫക്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ ചില പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആയിട്ട് അതിൻ്റെ മോഷൻ അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫ്യൂഷനിൽ വരിക. ഫ്യൂഷനിൽ വന്നതിന് ശേഷം ഒന്ന് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഷിഫ്റ്റ് സ്പേസ് അടിച്ചതിന് ശേഷം ഞാനൊന്ന് പ്ലാനർ ട്രാക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ട്രാക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരം ട്രാക്കറുണ്ട്, പ്ലാനർ ട്രാക്കറും അതുപോലെ തന്നെ ട്രാക്കറും. അപ്പോൾ ട്രാക്കിങ്ങിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ജസ്റ്റ് ഞാൻ ഈ പ്ലാനർ ട്രാക്കർ ഒന്ന് ആഡ് ചെയ്യുകയാണ്. പ്ലാനർ ട്രാക്കർ ആഡ് ചെയ്തതിന് ശേഷം ഇനിയുള്ള സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഈ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് ഒരു സ്ക്വയർ ആക്കിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുകയാണ്. സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ട്രാക്കർ പോയിന്റ് ഞാൻ മാറ്റുകയാണ്. ഹൈബ്രിഡ് പോയിന്റ് ഏരിയ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആ ട്രാക്കിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈബ്രിഡ് പോയിന്റ് ആക്കിയത്. ദെൻ നമ്മുടെ ഏറ്റവും ബിഗിനിങ്ങിൽ കൊണ്ടുവന്നിട്ട് കഴ്സർ വെച്ചു. ദെൻ അതിനുശേഷം സെറ്റ് കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടി ട്രാക്ക് ചെയ്യാം. ജസ്റ്റ് ട്രാക്ക് ഫോർവേഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള മോഷനാണ് ഇപ്പോൾ ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഷേപ്പിലൊക്കെ ഉള്ള മോഷൻ ട്രാക്ക് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് ഇതേ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാക്കർ വർക്ക് ചെയ്യിക്കാം. അപ്പം ഞാൻ ആ ട്രാക്കറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ട്രാക്കിംഗ് അല്ല, നമ്മൾ പകരം എന്ത് ചെയ്യാണ്, സ്റ്റെബിലൈസ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ സ്റ്റെബിലൈസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പം നിങ്ങൾ നോക്ക്, ആ ഒരു
മോഷൻ എന്താണോ അതിനനുസരിച്ച് ഈ സ്റ്റെബിലൈസേഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചിങ്ങനെ ഫ്രെയിമൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രാൻസ്ഫോം ഒന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് ട്രാൻസ്ഫോം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നോക്ക് കണ്ടോ, ആ ഒബ്ജക്റ്റ് അവിടെ നിന്നു ചുറ്റുമുള്ളതെല്ലാം ഇങ്ങനെ മൂവായി കളിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. നിങ്ങളൊരു ബോളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ ആ ബോൾ ഇങ്ങനെ അവിടെ നിൽക്കുകയും ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ഇളകി കളിക്കുകയും ചെയ്യും. ഇതാണ് ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള സ്റ്റെബിലൈസേഷനാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നോർമൽ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നതും. ഇനി ലോക്ക്ഡ് സ്റ്റെബിലൈസേഷൻ തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ നോർമൽ ട്രാക്കർ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ചെറിയൊരു ടിപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ പലരും ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പം എഡിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ചില ഓപ്ഷൻസ് ഉണ്ട് ഡാവിഞ്ചിയിൽ സത്യത്തിൽ. ഇപ്പം ഞാനൊരു ക്ലിപ്പിൻ്റെ കണ്ടോ, ജസ്റ്റ് ഈ ക്ലിപ്പിൻ്റെ എൻഡ് പോർട്ട്, ആ എൻഡ് പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കോമ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, കീബോർഡിൽ കോമ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമായിട്ട് അത് കുറയും. കുത്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡോട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതെന്താവും, അങ്ങോട്ട് സ്ട്രെച്ച് ആവും. കണ്ടോ, തൊട്ടടുത്ത ക്ലിപ്പിന് നീക്കിക്കൊണ്ടും സ്ട്രെച്ച് ആവും. അപ്പം എഡിറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ഷോർട്ട് കീസും കൂടെ ഉപയോഗിക്കാം. അപ്പം ഷോർട്ട് കീസ് സെറ്റ് ചെയ്യുന്നത് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റെബിലൈസേഷൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെൻസ് കറക്ഷൻ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ലെൻസ് കറക്ഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്റ്റോർട്ട് കണ്ടോ, ഈ ഡിസ്റ്റോർട്ടൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വളരെ സ്ട്രെച്ച് ആയിട്ടുള്ള ഒരു വൈഡ് ലെൻസ് പോലത്തെ ഫീൽ കിട്ടും. ആ ഡിസ്റ്റോർട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ കുറച്ചുകൂടി ഒരു പോപ്പപ്പ് ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. പലപ്പോഴും നമുക്ക് ചില ഫ്രെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ഡിസ്റ്റോർട്ട് ജസ്റ്റ് ചെറിയൊരു ഡിസ്റ്റോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വൈഡ് ലെൻസിൻ്റെ ഫീലൊക്കെ നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ, ലെൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. റീടൈം ആൻഡ് സ്കെയിലിംഗ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്.